നമസ്കാരം. ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും വ്യത്യസ്തമായ ഫലങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുക. ജാതകപ്രകാരം വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ചിലരെ തേടിയെത്തുമ്പോൾ ചിലർക്ക് കഷ്ടകാലമായിരിക്കും. എന്നാൽ ആ കഷ്ടകാലം ജീവിതത്തിൽ ഉടനീളം തുടരണം എന്നില്ല. അത്തരത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചില കഷ്ടതകൾ ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശുഭകരമായ സമയം വന്നു ചേരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകലുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചതി നേരിടേണ്ടതായി വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള അവസരങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും അപകടങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ കലഹം പറഞ്ഞു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതിന് ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. കൂടാതെ വിവാഹാലോചനകൾ വന്നു ചേരും. അതിനാൽ തന്നെ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വേണം എങ്കിലും ഒരു പരിധിവരെ രോഗശാന്തി വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. മനസ്സിന് സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായി തന്നെ ധനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ തീർച്ചയായും ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഉദ്യോഗക്കയറ്റം വന്ന് ചേരാവുന്നതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ഭയം അകലുന്ന സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഐശ്വര്യാനുഭവങ്ങൾ, ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരീരക്ഷീണം കുറയുന്ന അവസരം കൂടിയാണ് ഇത്. അതേപോലെ തന്നെ ജീവിതത്തിൽ അലസത മാറുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ദാമ്പത്യ ജീവിതം ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുകയും കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ലഭിക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ബന്ധുജനങ്ങളുടെ വിയോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. വീട്ടിൽ അസ്വസ്ഥത വന്ന് ചേരുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ കൊടുത്ത കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. ശാസ്താവിന് നീരാഞ്ജനം പ്രത്യേകിച്ചും നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർച്ച, പ്രത്യേകിച്ചും തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ഈ സമയം ജോലി സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദുർവ്യയം മാറിക്കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. ദാമ്പത്യ കലഹം ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധിയോടെ തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ധനലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. അലസത ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിലിൽ പുരോഗതി ലഭിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം സഹോദര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് മുൻകൂട്ടി അറിഞ്ഞ് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു.
അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഈ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ചില ദോഷഫലങ്ങൾ ഒഴിവാക്കി ഗുണഫലങ്ങൾ തന്നെ ഇരട്ടിക്കുവാൻ ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് എന്ന് പറയാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കഷ്ടകാലം അവസാനിക്കുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ സംജാതമാകും. പല രീതിയിലുള്ള അപകടങ്ങൾ കടന്ന് വരാം എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് പറയാം. അതിനുള്ള അവസരങ്ങൾ കടന്നു വരും. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. കൂടാതെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അത് അമിതമായ ചെലവിനാലാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുമാകുന്നു. കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് അപമാനം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്നതാകുന്നു. മോശം കൂട്ടുകെട്ടുകളെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം രോഗങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ, രോഗമുക്തി നേടുവാൻ സാധിക്കുന്നതുമാകുന്നു. ആത്മവിശ്വാസത്താൽ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ വഴിമാറുന്ന സമയം കൂടിയാണ് ഇത്. പണം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ധനപരമായ നഷ്ടങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ അശ്രദ്ധ പാടുള്ളതല്ല. വരവും ചിലവും നിയന്ത്രിക്കുവാൻ നിങ്ങൾ ബുദ്ധിമുട്ടും എങ്കിൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. എന്നിരുന്നാലും ചെലവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. നാഗങ്ങളെ ഈ സമയം ആരാധിക്കുന്നതും സർപ്പത്തിന് 100 പാലും വഴിപാടായി കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ധനലാഭം വന്ന് ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങളുടെ ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ധനപരമായ ലാഭം നേടിത്തരുന്നതാകുന്നു. ദാമ്പത്യ സുഖം കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിശ്ചയിച്ച വിവാഹങ്ങൾ നടക്കും, അഥവാ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. വിവാഹാലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ വിധി വന്ന് ചേരാവുന്നതുമാണ്. ധനപരമായ ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരിക, ജോലി ലഭിക്കുക, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. തീർച്ചയായും ഗണപതി സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക.